അതെ, സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുള്ള ഒരു നല്ല മൂവിയാണ്. പിന്നെ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ അതെ അതെ, ചിരിക്കാൻ പറ്റുന്ന ഒരു ലുക്ക് തന്നെയായിരുന്നു അത്. ഈ മിത്തുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് കണക്ട് ചെയ്യാൻ പറ്റിയാണ്. ഇപ്പൊ നടക്കുന്ന ഒരു സംഭവമാണ് അത്. നമുക്ക് ഫിലിം കണ്ടാൽ മനസ്സിലാവും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ പെരുമാനി എന്ന മലയാള ചിത്രം കണ്ടു. വ്യത്യസ്തം നിറഞ്ഞൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു നാടൻ ഫാമിലി കോമഡി ത്രില്ലർ എന്ന് തന്നെ പറയാം. വിനയ് ഫോർട്ട് നമ്മുടെ നാസർ എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദീപ തോമസ് ഗംഭീരമായിട്ട് നായകവേഷം പൊളിച്ചൊടിക്കുന്നുണ്ട്. ഹോമിന് ശേഷം ഹോം എന്ന മലയാള ചിത്രത്തിന് ശേഷം ദീപ തോമസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. ഒരു പക്ക കോമഡി ഫീൽ ഗുഡ് ഗ്രാമീണത എന്ന് പറഞ്ഞൊരു എന്റർടൈൻമെന്റ് ആണ്. വിനയ് ഫോർട്ടിന്റെ ഒരു കംബാക്ക് ആണ്. പലരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട വിനയ് ഫോർട്ടിന്റെ മാജിക്കൽ സിനിമയാണ്. താങ്ക് യു. സിനിമ അടിപൊളിയാണ്. സിനിമയിൽ എടുത്തു പറയേണ്ടത് സണ്ണി ചേട്ടനാണെങ്കിലും വിനയ് ചേട്ടനാണെങ്കിലും ലുക്കുമാനാണെങ്കിലും അടിപൊളിയാണ്. നല്ല കാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അറിയാലോ, നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൽ തമാശ ഉണ്ടോ, കാണാൻ പറ്റുമോ, നമ്മളെ സിനിമ നമ്മളെ കൊണ്ട് ഇരുത്തും എന്നുള്ളതാണ്. ഈ സിനിമയിൽ തമാശയാണ് മെയിനായിട്ട്. തമാശ പറയുന്നുണ്ടെങ്കിലും സബ്ജക്റ്റിനെ ഒട്ടും കുറയാതെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സബ്ജക്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ തമാശയിൽ ആഡായിട്ട് വളരെ രസകരമായിട്ട് പോകുന്നുണ്ട്. പടം നല്ലൊരു എന്റർടൈനർ ആണ്. എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. വിനയ് ഫോർട്ട് ആയാലും വിനയ് ഫോർട്ടിന്റെ പ്രത്യേക അഭിനയമാണ്. ഒരു എക്സെൻട്രിക് ആക്ടിംഗ് ആണ്, ഷെറ്റയറാണ്, കോമഡിയാണ്, ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ട് പോയാൽ പെരുമ്പാനിമല ഗ്രാമം ബേസ് ചെയ്ത ഫിലിമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഈ സിനിമ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണല്ലോ. ആളുകൾ അടിപൊളി സന്തോഷം, വലിയ സന്തോഷം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് പറയുന്നു. ഞങ്ങളൊരു ചെറിയൊരു പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കയറിയില്ല അകത്തേക്ക്, ഞാൻ പുറത്ത് കറങ്ങിയെടുക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൺസിസ്റ്റന്റ് ആയിട്ട് ചിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമ ഒരു കോമഡി ജോണറാണ്, കോമഡി ഡ്രാമയാണ്. അപ്പൊ നമ്മളൊരു കോമഡി ഡ്രാമ ചെയ്തിട്ട് അത് വർക്ക് ആയില്ലെങ്കിൽ പണിയാണ്. പക്ഷെ ഞാനിപ്പോ രണ്ടാമത്തെ ഷോ ഇതില്ലാതെ വിനയനെ കാണാൻ വയ്യ. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മുടെ കോമഡി ഡ്രാമ ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് വർക്കായി എന്നുള്ളതാണ് കാര്യം. ഞാൻ ആദ്യത്തെ ഷോയും ഈ ഷോയും കണ്ടു കഴിഞ്ഞപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ആളുകൾ ചിരിക്കുന്നിരിക്കുന്നുണ്ട്. സോ അതിന്റെ ഹാപ്പിനെസ് ഭയങ്കര. വിനയേട്ടന്റെ ഈ ഒരു അപ്പീരൻസിൽ ആൾക്കാർ കാണുമ്പോ തന്നെ ചിരി വരുന്നില്ല? ശരിക്കും വരുന്നുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് കുറച്ച് സന്തോഷിതാണോ ഇത് ഇപ്പൊ പറയുന്നത്? ഞാൻ എന്ന് പറയുന്ന വ്യക്തിയോ നടനോ കഥാപാത്രമോ അതിന്റെ പുറത്തേക്ക് സിനിമ ആളുകൾക്ക് വർക്കായി എന്നുള്ളതാണ് കാര്യം. സിനിമ ഓടിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് ആളുകൾ തിയേറ്ററിലേക്ക് എത്തി. വളരെ നല്ല സിനിമയാണ്. സിനിമ കാണുക. ഈ പറയുന്നത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കാത്ത. അത് കൂടാതെ വിനേട്ടർ കൂടെ അഭിനയിച്ചില്ല, ലുക്മാനായാലും സണ്ണീവേനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി വർക്കൗട്ട് ചെയ്യാൻ അവരും ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ. ഞാനോ ലുക്കോ സണ്ണിയോ എന്നുള്ളതല്ല, ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ കഥാപാത്രവും ആ ക്യാരക്ടറിനോട് ജസ്റ്റിസ് ചെയ്തിട്ടുള്ളതാണ്. സിനിമയിൽ മതപരമായ എലമെന്റ് ഉള്ളതുകൊണ്ട് അതൊരു ഭയം ഉണ്ടായിരുന്നോ? അത് ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കും? ഇതിന് മതപരമായിട്ടുള്ള പരിപാടി ഇല്ലടോ. നമ്മൾ ഇപ്പൊ സിനിമ തുടങ്ങുന്നത് ചായക്കട എന്നാണ്. ചായക്കട നടത്തുന്നത് കുട്ടിക്ക് നായരും കൂടെയാണ്. മനസ്സിലായോ? അപ്പൊ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. പിന്നെ ഒരു സിനിമയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു പറയുന്ന ഇപ്പൊ മുസ്ലിം പറയുന്ന ആ ഒരു കൾച്ചറിനെ ഭയങ്കര രസകരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ മലയാളികളെ സംബന്ധിച്ച് ജാതി മതം പരിപാടിയല്ല. നമ്മൾ തിയേറ്ററിൽ വരുന്ന എന്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും ബാധിക്കില്ല. സിനിമ നല്ലതാണെങ്കിൽ ഓടിയിരിക്കും. സിനിമ നല്ലതാണ് ഈ പറയുന്ന പോലെ. ഈ കൺസിസ്റ്റന്റ് ലാഫ്റ്റർ ഭയങ്കര രണ്ട് തവണ നമ്മൾ സിനിമ കാണുമ്പോഴും ആളുകൾ ചിരിച്ചെടുത്ത് തുടർച്ചയായിട്ട് ചിരിച്ചു. അപ്പൊ അത് ഭയങ്കര പ്രതീക്ഷ. ഈ ചിരി പലപ്പോഴും ആക്ഷേപഹാസ്യം